ഒരു 9,90,000 കൊടുക്കാം. 9,90 NOC കൊടുക്കാം. അടിപൊളി. 17 വണ്ടി അല്ലേ? 17 വണ്ടി. വില നമുക്ക് 8,90 ചോദിക്കുന്നത്, ചെറിയ നെഗോഷിയേറ്റ് ചെയ്ത് 8,90. ആലോചിക്കണം, ഒറിജിനൽ കേരള വണ്ടിയാ അല്ലേ? നല്ല ക്ലീൻ, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ. ഇത് നമ്മളൊരു പേപ്പർ ആക്കിയിട്ടല്ലേ കൊടുക്കുക? ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 12,45 കൊടുക്കാം. 12,75,000 രൂപയ്ക്ക് 16 G4 ഓട്ടോമാറ്റിക്. അതെ, ഓട്ടോമാറ്റിക് വണ്ടി. ഇതിൽ നമുക്ക് 7,10 കൊടുക്കാം. 2014 വണ്ടി. 14 മോഡല് വി ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, അതും 7,10 NOC. ഇത് 5,45, നമ്പർ ആക്കിയിട്ട് 5,45. കുറച്ച് നാളുകൾക്കിടയിൽ നമ്മൾ കാണിച്ചതിലും വെച്ച് ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് ഇന്നോവകളും അതുപോലെ തന്നെ മറ്റു ചില വണ്ടികളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്, കൊടുവള്ളിയാണ്, സൗത്ത് കൊടുവള്ളിയിൽ നിന്നാണ് എക്സാക്ട് ഈ ഒരു ലൊക്കേഷൻ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഡിവൈൻ ഡ്രൈവിലാണ്. ഡിവൈൻ ഡ്രൈവിൽ പിന്നെ ഇവരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സാധാ ചെറുവണ്ടികൾ വരെ വേണമെങ്കിൽ ഈ ഒക്കെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടു വിട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇന്നോവകളുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് തരാൻ പോകുന്നത്. ആ ക്രിസ്റ്റ്യൻ്റെ ഒക്കെ വില നിങ്ങളൊന്ന് നോക്കിക്കോട്ടോ. അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഞാനത് എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു 10 രൂപ കൂടുതൽ കൊടുത്തിട്ട് ഒരു വണ്ടി എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു നഷ്ടമൊന്നുമില്ല. കാരണം ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ വണ്ടികളാണ്, നല്ല പണി വന്നിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി, ആ പറഞ്ഞ ലാഭമൊക്കെ 4 അതിൻ്റെ അകത്തുനിന്ന് പോയി പോകും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയേണ്ട, കോൺടാക്ട് ചെയ്തോളൂ. ഇതിലെ വണ്ടി വേണ്ടവർ നേരെ വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വില കുറച്ച് കിടിലം വണ്ടികൾ തരാൻ വേണ്ടിയിട്ട് ഷബീ ബ്രോ ഓർമ്മസിലേക്ക് സ്വാഗതം. തുടങ്ങല്ലേ നമുക്ക്? ഞാൻ ഇവരോട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് നല്ല വില കുറച്ച് കൊടുക്കും. ഇപ്രാവശ്യം ഓഫർ പ്രൈസ് ആണല്ലേ? ഈ കാണുന്ന ക്രിസ്റ്റകളൊക്കെ നിങ്ങൾ നോക്കിക്കോ എത്രയ്ക്ക് തരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറുവണ്ടി നിന്ന് തുടങ്ങാം. മെയിൻ സാധനം സ്വിഫ്റ്റ് ആണ്. ഏതാ മോഡല്? ഇത് 2016 ZDI. 16 ZDI ഡീസൽ. അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, എല്ലാം വരും. സിംഗിൾ ഓണർ വണ്ടി, അലോയ് വീൽസ് വരും. പിന്നെ റോഡിലേക്ക് പോയാൽ ചിലപ്പോൾ വണ്ടി കൊണ്ടുപോകുന്നെ. അതുകൊണ്ട് ഞാൻ ഈ സൈഡ് കാണിച്ചു തരാം. പിന്നെ ഇന്ത്യയിൽ ഒന്നും മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഷോറൂം സർവീസ് ഉള്ള വണ്ടി. അടിപൊളി കേട്ടോ. പിന്നെ ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഇത് മോഡൽ 16 അല്ലേ പറഞ്ഞേ? 2016 ഒറിജിനൽ. കിലോമീറ്ററോ? സിംഗിൾ ഓണർ. 160 150 സംതിങ് കൂടി ഉണ്ട്. അതൊക്കെ ജെന്യൂൻ ഉണ്ടല്ലോ? ഇല്ല, ഒന്നുമില്ല. മേജർ മൈനർ ഒന്നുമില്ല. വില 5,40 ചോദിക്കുന്നത്. എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്തു. 16 ZDI ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി അല്ലേ? 5,40 ആണ്. അത് നെഗോഷ്യബിൾ ആവട്ടോ എന്തായാലും, മാക്സിമം കുറയും. പക്ഷേ വേറെ കേസ്, ഈ സാധനത്തിന്റെ വില മാത്രം കുറയുന്നില്ല അല്ലേ? ഇപ്പൊ 5,40 എന്ന് പറയുമ്പോൾ 5,40 19 വണ്ടി വേണേ കിട്ടും. അതുകൊണ്ട് ഈ സാധനം അന്നും ഇന്നും അങ്ങനെ നിൽക്കുന്ന സാധനം. അതെ. അതുപോലെ തന്നെ നല്ല കിഴിലൊരു ജാസ് കാണിച്ചു തരാം. 2015-16 വണ്ടി. നല്ല അടിപൊളി അലവിലൊക്കെ ഉണ്ടല്ലോ. ഓ, വല്ലാത്ത പ്രൊഫൈൽ ടയറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നീറ്റാട്ടോ വണ്ടി. ഡീസലാ? ഡീസൽ വണ്ടി, മിഡിൽ ഓപ്ഷൻ. റീ ആണോ? റീ നമ്പർ ആയ 11 കോഴിക്കോട് നമ്പർ ആയ വണ്ടി. അതായത് 15-16 മോഡലാണ്. ഇത് വേരിയന്റ് വി അല്ല, മിഡിലാ വരുന്നത്. പക്ഷെ എന്നാലും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യം വേണ്ടി എല്ലാം ഉണ്ട്. സീറ്റ് കവർ നോക്കിയാൽ നല്ല സീറ്റ് കവർ ആണല്ലോ. സീറ്റ് കവർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, 4 ലക്ഷം IDV ഉണ്ട്. കിലോമീറ്റർ 60 സംതിങ് ഓടിയിട്ടുള്ളൂ. ഗ്യാരണ്ടി. അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ഗ്യാരണ്ടി വണ്ടി. ഞാൻ വരുന്നവർ നോക്കിയിട്ട് എടുത്തോട്ടെ അല്ലേ? അല്ല, ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി. കാരണം ജാസ് ഒക്കെ എന്ന് പറയുമ്പോൾ 25 കിലോമീറ്റർ മൈലേജ് ഉള്ള സാധനം. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. അപ്പൊ അത്രേ ഓടിയുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവല്ലേ? കുറവാണ്, പക്ഷെ എന്താ ചെയ്യാ, ഗ്യാരണ്ടി ആണ്. അതാ, നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം. ശരി, റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. എന്താ വില? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ 4,10 കൊടുക്കാം. 4,10 15-16 വണ്ടി അല്ലേ? നെറ്റ് റേറ്റ് കിട്ടും. 4,10 കൊടുക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നു 60 രൂപ വരുന്നുണ്ട്. പിന്നെ 4,10 3,80 ലോണും ചെയ്ത് കൊടുക്കാം. അതെന്തായാലും കിട്ടും അല്ലേ? 3,70 3,80 വരെ ലോണും ചെയ്യാം. ഹോണ്ടയ്ക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫണ്ടിങ് ഉണ്ട് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ. അതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിലയ്ക്കൊന്നും ഒരു നഷ്ടമില്ല. എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഷബീ ബ്രോ, അപ്പം എന്തായാലും നമ്മൾ ഓഫർ വിലയ്ക്ക് വണ്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും അല്ലേ? ഉറപ്പ്. അടിപൊളി ക്രിസ്റ്റ 2017 വണ്ടി. 17 മോഡലാണ്. ഇത് G4 ആണോ? G4 മാനുവൽ വണ്ടി. G4 മാനുവൽ ആണ് അല്ലേ? പക്ഷെ പ്രൊജക്ടർ ചെയ്താട്ടോ ഇതില്. പ്രൊജക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 17 മോഡലിന്റെ നിങ്ങൾ ആലോചിക്കണം. അത് മാത്രമല്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് ഫ്രണ്ട് തട്ടിയിട്ടൊന്നും ഫേസ് ലിഫ്റ്റ് ചെയ്തല്ലോ അല്ലേ? അല്ലല്ല, നമ്മളിവിടെ വന്നേരം മാറ്റിയതാണ്. അതെ അല്ലേ? ഇന്ത്യയിൽ മോശമൊന്നുമില്ല, നല്ല അടിപൊളി സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സാധാ ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാര്യം 17 ഇതിപ്പോ പഞ്ചാബ് അല്ലേ? പഞ്ചാബ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. NOC-ലല്ലേ കൊടുക്കുക? NOC-ൽ നമുക്ക് നല്ലൊരു 9,90,000 കൊടുക്കാം. 9,90 NOC കൊടുക്കാം. അടിപൊളി. 17 വണ്ടി അല്ലേ? 17 വണ്ടി. ഇത് മേജർ ഒരു ആക്സിഡന്റും ഇല്ലല്ലോ? മേജർ ആയിട്ടുള്ള ഒന്നും. കിലോമീറ്റർ 2 ലക്ഷം. ജെനുവിനാ? എന്നാലും ചെക്ക് ചെയ്തല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിന്റെ മെയിൻ മുമ്പിലത്തെ ബമ്പറൊക്കെ മാറിയിട്ടുള്ളൂ, വേറെ അപാകതകളൊന്നുമില്ല. ഒന്നുമില്ല. ഉറപ്പ്. അടിപൊളി. അപ്പോൾ എന്തായാലും
990 നിങ്ങൾ എടുത്ത ഒരു ഏകദേശം 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ പേപ്പർ ആക്കാനും വേണം അല്ലേ? അതെ ഒരു 170 160 ആ റേഞ്ച് മതി. എന്നാലും ഒരു 11 സംതിങ്ങിനുള്ളിൽ നമുക്ക് വണ്ടി എടുക്കാം. അടിപൊളി. അടുത്തത് UK ആണ്, ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ് 2016 G4 ഓട്ടോമാറ്റിക് 2.8 G4 ഓട്ടോമാറ്റിക് അല്ലേ? ഇത് നമ്മളിവിടെ പേപ്പർ ആക്കിയിട്ടല്ലേ കൊടുക്കുക? ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 12.75 കൊടുക്കാം. 12,75,000 രൂപയ്ക്ക് 16 G4 ഓട്ടോമാറ്റിക്. അതെ ഓട്ടോമാറ്റിക് വണ്ടി. ഇത് കിലോമീറ്ററോ? ഇത് 190 വിത്ത് സർവീസ് ഹിസ്റ്ററി. 190 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇതിന്റെ ഫ്രണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നമ്മൾ ചെയ്തതാണ്. തട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല മേജർ കേസുകളൊന്നുമില്ല. ശരി, അതിന് ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ടയർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് ഒക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്കിന് വേണേ നോക്കിക്കോ. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? അത് സ്വാഭാവികമാണ്, ഒരുവിധം എല്ലാത്തിൻ്റെയും മാറും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇന്നോവ. ഇത് 2011 V. 11 ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ സെക്കൻഡ് ഓണർ. ഇത് ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല. ഇല്ല, ആ കമ്പനി വന്ന സീറ്റൊക്കെ മോശമൊന്നുമില്ല കേട്ടോ. അതെ, പിന്നെ സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടി. ഇത് റീ ആണോ? ഇത് റീ നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കി കൊടുക്കാം നമുക്ക്. 5.75 നമ്പർ ആക്കി. 11 എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ? ഫേസ് ലിഫ്റ്റ് ആയില്ലേ? അതല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 160 ആ റേഞ്ച് ഓടി. അതെ അല്ലേ? ജനുവിനാണോ? ഉറപ്പ് പറയണ്ട. 11 വണ്ടിയല്ലേ? നല്ലോണം ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലേ? ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇപ്പൊ 10 രൂപ കൂടിയാലും നല്ല വണ്ടി എടുക്കാൻ ഞാൻ പറയാം. ഇപ്പൊ നിലവിൽ ഇവിടെ കിടക്കുന്ന കണ്ടീഷനിൽ വണ്ടി പക്കയല്ലേ? വണ്ടി ഓക്കെയാണ്. അടിപൊളി. ഇതെന്താ പറയാ? ഇത് നമുക്ക് 5.75 നമ്പർ ആക്കി കൊടുക്കാം. 11 വണ്ടി അല്ലേ? 11 V വണ്ടി. 5,75,000 രൂപ. 75,000 നെഗോഷ്യബിൾ ആവോ? ചെറുതായിട്ട് എന്തെല്ലാം ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പറയുന്ന എല്ലാ വണ്ടിക്കും ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവില്ലേ? പിന്നെ വേറെ കേസ് ചോദിക്കട്ടെ, ഈ ലോൺ ആണെങ്കിലോ? ലോൺ ആണെങ്കിൽ നമ്പർ ആക്കിയാലേ നടക്കും. അതെ അല്ലേ? അതെ. ഓക്കെ, ഇനി നമ്പർ ആക്കാണ്ട് ലോൺ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, നമ്പർ വെക്കാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2014 വണ്ടി. 14 അല്ലേ? 14 V. നല്ല വൃത്തിയുണ്ട് അല്ലേ? V ഓപ്ഷൻ. ഇത് ബോഡി വൈസ് ആണ് അടിപൊളി. അല്ല നീറ്റ് വണ്ടി. ബോഡി ഇന്റീരിയർ എല്ലാം ഓക്കെ. പിന്നെ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നല്ല നീറ്റാ അല്ലേ? അതെ അതെ. 14 വന്ന വണ്ടിയാണെന്ന് പറയില്ല, അതിനേക്കാൾ ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് 190 ഓട്ടം. തേർഡ് ഓണർ. 190 ഓടി ഉണ്ട്. അത് ജെനുവിൻ ആയിരിക്കില്ല അല്ലേ? എന്തായാലും ചെക്ക് ചെയ്തെടുത്തായില്ലേ? ഓക്കെ, വിലയോ? ഇതിൽ നമുക്ക് 7.10 കൊടുക്കാം. 2014 വണ്ടി. 14 മോഡല് വി ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, അതും 7.10. 7.10 NOC. നെഗോഷ്യബിൾ അല്ലേ? എന്തെല്ലാം ചെയ്തു? അല്ല NOC ഇല്ലേ? 7.10. ഒരു 10-60 രൂപ പേപ്പർ ആക്കാനും 8 ലക്ഷം ഉള്ളിൽ എടുക്കാലോ. 8 ലക്ഷം വരില്ല. ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല. മാക്സിമം ലോണും കയറും കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2012 G4. 12 G4 അല്ലേ? നല്ല വൃത്തിയുണ്ടല്ലോ അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധാ ആൻഡ്രോയിഡ് ആണ്, അതൊക്കെ വേണേൽ മാറ്റിയാൽ മതി. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇത് മെയിൻ ഗ്ലാസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. സ്വാഭാവികം മെയിൻ ഗ്ലാസും മാത്രമല്ല ഈ മുമ്പ് മുഴുവൻ മാറിയല്ലോ. അതെ, കാരണം 12 ഇത് ടൈപ്പ് 3 അല്ലേ? ടൈപ്പ് 3 ബമ്പർ ഗ്രില്ല് മാത്രമേ മാറാനില്ല. അതെ അതെ അതെ. പിന്നെ മെയിൻ ഗ്ലാസ് മാറിയില്ല അല്ലേ? മേജർ ഇടിയൊന്നും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഇല്ല, ഗ്യാരണ്ടി. കിലോമീറ്ററോ? ഇത് 160 ആ റേഞ്ചിൽ ഓടില്ല. ശരി, 12 വണ്ടി എന്താ വില നമുക്ക്? ഇത് 6.25 നമുക്ക് കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാം. 6,25,000 പേപ്പർ ആക്കിയിട്ട് നമ്പർ ആക്കി കൊടുക്കാം. ഓക്കെ, 6,25,000 പേപ്പർ ആക്കിയിട്ടാണ് തരുന്നത്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വരിക ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും ചെക്ക് ചെയ്തെടുത്തായില്ലേ? അതെ അതെ അതെ. ഒരെണ്ണം കൂടി കാണിച്ചാൽ ഇതാണെങ്കിലോ? ഇത് 2011 വണ്ടി. 13 V. 11 അല്ലേ? ഇത് നമ്മൾ ടൈപ്പ് 4 ചെയ്തതാണ്. അതെ 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 അതെ. അങ്ങനെ ടൈപ്പ് 4 ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിലെ മൊത്തം സാധനവും മാറും. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇതിന് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ സാധനം മാറി ഫ്രണ്ടില്. പക്ഷെ മേജർ ഇടിയൊന്നും അല്ലല്ലോ അല്ലേ? ഇത് നമ്മളിവിടെ വന്നേരം മാറിയതാ. അതെ അല്ലേ? നമ്മൾ മാറിയതാ. തട്ടിയിട്ടൊന്നുമില്ല അപ്പം? ഇല്ല, അതൊക്കെ ഗ്യാരണ്ടിയാ. പഴയ ഫോട്ടോ സൈസ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് എല്ലാവരും ചോദിക്കുവേ, ഈ ടൈപ്പ് 4 മാറുമ്പോൾ തട്ടിയിട്ടൊക്കെ ആണെന്ന് പറയും. അല്ല, നമ്മൾ തന്നെ മാറിയതാണ്. മോശമൊന്നുമില്ല, വണ്ടി നല്ല നീറ്റാ അല്ലേ? നീറ്റ് പക്ക. 11 V എന്താ വില? ഇത് 5.25. നമ്പർ ആക്കിയിട്ട് 5.25. 5.25. നെഗോഷ്യബിൾ ആവോ? ചെറുതായി എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, 5,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. സേറ്റ് ലോണൊക്കെ ആണെങ്കിൽ 2-2.5 കിട്ടൂല്ലേ? ശ്രീരാമ ഒരു 3.5 വരെ കിട്ടൂല്ലേ? നമ്പർ ആയി മോശമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഇന്നോവകളും ക്രിസ്റ്റയൊക്കെ ഉണ്ട്. ആ ക്രിസ്റ്റ ഗംഭീര പ്രൈസാണ്, മിസ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്തോ. നമ്പർ ഇന്നോവകൾ ഒരുപാട് കയറാനുണ്ട്. ഒരുപാട് വണ്ടി കയറാനുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മളിവിടെ കാണിക്കണം നോക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ ചെറുവണ്ടികൾ വേണമെങ്കിൽ അതിലും കോൺടാക്ട് ചെയ്യാം. വൻ വിലക്കുറവിൽ റീവണ്ടി എടുത്ത് കൊടുക്കും അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ. ബാക്കി കുറച്ച് വണ്ടികളും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഡിവൈൻ ഡ്രൈവിൽ നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചു കൊടുത്തു അല്ലേ? ഒരു 3-4 ചെറിയ വണ്ടികളും കൂടി കാണിച്ചാൽ അവസാനിപ്പിക്കാം. അപ്പോൾ ചെറിയ വണ്ടികൾ കൊണ്ട് ഓടിയാണ് കാണിക്കുന്നത്. ചെറിയ വണ്ടി. ഇതേതാ മോഡല്?
ഇത് 2014 ഒറിജിനൽ കേരള വണ്ടി. 14 ഒറിജിനൽ കേരള അല്ലേ? ഇത് നല്ല നീറ്റാണല്ലോ വണ്ടി. അത്യാവശ്യം നല്ല വണ്ടിയാ. ഇത് ന്യൂ ഷേപ്പ് വരുന്നതിന്റെ തൊട്ട് ബാക്കിലുള്ള വണ്ടി കേട്ടോ. അതെ അതെ അതെ. പക്ഷെ നല്ല ക്ലീൻ ആണ്. ഒറിജിനൽ കേരളയിൽ ഇതിന് ഇത് എന്താ ഡീസൽ മാനുവൽ വണ്ടി. മാനുവൽ അല്ലേ? വളരെ റയർ വണ്ടി. അതെ, അതായത് അലോയില് അതുപോലെ തന്നെ ഈ ടയർ 4 പുത്തൻ ടയർ കിടപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1 ലക്ഷം റുപ്യ കാണാമല്ലോ ടയറിനും വീലിനും കൂടി. അതുപോലെ തന്നെ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ്, മോശമൊന്നുമില്ല. ഇത് മാനുവൽ ആണ് കേട്ടോ. ഞാനും ഒന്ന് തെറ്റിദ്ധരിച്ചു ആ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കണം കണ്ടിട്ട്. മോശമൊന്നുമില്ല, ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 120 സംതിങ് ഓടിയുണ്ട്. അതെ, 14 120 സംതിങ് അല്ലേ? ഒറിജിനൽ കേരള തേർഡ് ഓണർ വണ്ടി. അതെ, ഈ എനിക്കൊന്നും മാനുവൽ അധികം കാണാറില്ല അല്ലേ? ഇല്ല, വളരെ റയറാ. ആ, ഞാൻ അവിടെ എവിടെയൊക്കെ ഞാൻ 1 2 ഒക്കെ മാക്സിമം കണ്ടിട്ടുള്ളൂ. ഇത് ഒരു റീപ്ലേസ് ഇല്ലല്ലോ? ഇത് റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? വില നമുക്ക് 890 ചോദിക്കുന്നത്, ചെറിയ നെഗോഷിയേറ്റ് 890. ആലോചിക്കണം, ഒറിജിനൽ കേരള വണ്ടിയാ അല്ലേ? നല്ല ക്ലീൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാ കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ മൈക്ര ആണെങ്കിലോ? മൈക്ര 2011 ഏറ്റവും ഫുൾ ഓപ്ഷൻ. 11 ഫുൾ ഓപ്ഷൻ. അതെ, അതായത് ഡീസൽ ബട്ടൺ സ്റ്റാർട്ട് വരും. ഡീസൽ 25-30 കിലോമീറ്റർ മൈലേജാ. അതെ അതെ അതെ. പിന്നെ അപാതൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. 1-1.5 ഓടി ഉണ്ടാവും അല്ലേ? 140 സംതിങ് എന്താ ഓടി. ജെന്യൂൻ ആണല്ലോ അല്ലേ? അത് അറിയില്ല, പഴയ വണ്ടിയല്ല, ഹിസ്റ്ററി എടുത്തിട്ടില്ല. കിട്ടുമൊന്നുമില്ല, വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തോളാം. ഇത് നമുക്ക് വിലയോ? ഇത് 210 അല്ലേ? 210 ക്വാളിറ്റി ഉണ്ട്. ബാക്കി നിങ്ങൾ നോക്കിക്കോ. അലവിലൊക്കെ അന്ന് വരുന്നുണ്ട് കേട്ടോ, മോശമൊന്നുമില്ല. 210 നെഗോഷ്യബിൾ ആവൂലേ? ചെറുതായിട്ട്, കാര്യമായിട്ടൊന്നുമില്ല. കാര്യമായ ലോണൊന്നും കയറാനും ഇല്ല അല്ലേ? ശരി. അൾട്ടോ ആണെങ്കിലോ? അൾട്ടോ 2017 വണ്ടി. 17 ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 40 സംതിങ് ഓടിയുണ്ട്. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വില എത്ര വരും? ഇത് 265 ചോദിക്കുന്നത്. 265. മോഡൽ എന്ന് പറഞ്ഞാൽ 2017 വണ്ടി. 17 അല്ലേ? നോർമൽ റേറ്റ് തന്നെ അല്ലേ? നല്ല കൂടുതലൊന്നുമില്ല, പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. നോക്കിയിട്ട് എടുത്തോളൂ. ഇത് 2023 വണ്ടി. 2023 വണ്ടി. 21? 23 പുത്തൻ വണ്ടി അല്ലേ? അതെ അതെ. കിലോമീറ്ററോ? ഇത് 40 സംതിങ് ഓടിയിട്ടേ ഉള്ളൂ. അതെ, റീപ്ലേസ് ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല. നല്ല വൃത്തിയുള്ള നല്ല വണ്ടി. അതെ, പുത്തൻ വണ്ടിയാണ്. 330 നമ്മൾ ചോദിക്കുന്നത്. 330 23 വണ്ടി കൊടുക്കാം. മോശമില്ലാത്ത പ്രൈസ് അല്ലേ? നല്ല പ്രൈസ് ആട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. വണ്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ഇത് ഡസ്റ്റർ 2016 ഒറിജിനൽ കേരള ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അടിപൊളി, നല്ല അടിപൊളി അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ കിലോമീറ്റർ എത്രയൊക്കെ? 1 lakh ഓടിയുണ്ട്. 1 lakh അല്ലേ? ജെന്യൂൻ ആയിരിക്കും അല്ലേ? ആ, ജെന്യൂൻ. ഓട്ടോമാറ്റിക്കലി AMT വരും. മോശമില്ലാത്തൊരു മൈലേജ് കിട്ടും. 1 ton ആണ് വരിക അല്ലേ? അതെ അതെ അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? വില 590 നമ്മൾ ചോദിക്കുന്നത്. 590 കൊടുക്കാം അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. 16 വണ്ടി. അത് ന്യൂ ഷേപ്പിലെ ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റല്ലേ വണ്ടി? അതെ അതെ. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ബ്രോ ഞങ്ങളുടെ നമ്പർ വെക്കുന്നുണ്ട്. ഇത് വിളിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കേട്ടോ. അത് മറക്കണ്ട. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാ ഈ വണ്ടികളൊന്നും എടുക്കാൻ മറക്കണ്ട കേട്ടോ. അത് മാത്രമല്ല ക്വാളിറ്റി വൈസ് നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസും തരും കേട്ടോ ഇനി വേണമെങ്കിൽ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡിവൈൻ ഡ്രൈവിൽ ഇന്ന് കാണിച്ചു തന്ന വണ്ടികളൊക്കെ? സംഭവം അടിപൊളിയാണ് കേട്ടോ, ക്വാളിറ്റി വൈസ് അല്ലേ? അതായത് 1-2 വണ്ടികൾക്ക് ചെറിയ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നല്ല വണ്ടികളാണ്, ക്വാളിറ്റി ഉണ്ട്. ഈ ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെ എടുക്കണം എന്ന് എപ്പോഴും വീഡിയോയിൽ പറയുന്നത്, എല്ലാ വീഡിയോയിലും ഞാൻ പറയും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വില കുറഞ്ഞ വണ്ടി എടുക്കുന്ന സമയത്ത് ആ വിലക്കുറവ് മുഴുവൻ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കേണ്ടി വരും? വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ടി വരും. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മെയിൻ കാര്യം അല്ലേ? അതിനനുസരിച്ച് വിലയും കുറച്ച് കൊടുക്കും, നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. എന്ത് സൗകര്യം വേണമെങ്കിൽ ചെയ്യും. കേരളത്തിലല്ല, ഡൽഹിയിലല്ല, എവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. ഫുൾ വീഡിയോ യൂട്യൂബിൽ അതുപോലെ തന്നെ റീൽസ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഏത് വണ്ടിയിൽ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ചോദിച്ചാൽ മതി. പ്രത്യേകം അല്ലേ? അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും